വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ മാമോദീസ പ്രഘോഷിച്ചുകൊണ്ട് യോഹന്നാൻ വംധാന മരുഭൂമിയിൽ പ്രത്യക്ഷനായി. യൂദയ പ്രദേശം മുഴുവനും ജെറൂസലേം നിവാസികൾ എല്ലാവരും അവന്റെ അടുത്തേക്ക് പോയി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ധരിച്ചിരുന്നത്. അവന്റെ അരയിൽ തോൽപ്പട്ടയും വെട്ടുകിളിയും കാട്ടുതേനുമാണ് അവൻ ഭക്ഷിച്ചിരുന്നത്. അവൻ ഇപ്രകാരം പ്രഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് മാമോദീസ നൽകി, അവനോ പരിശുദ്ധാത്മാവാൽ നിങ്ങൾക്ക് മാമോദീസ നൽകും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 16 വരെ. മിശിഹായ്ക്ക് പ്രീതിജനകമായ ജീവിതം നയിക്കുവിൻ. കർത്താവിന് യോഗ്യവും തികച്ചും പ്രീതിജനകവുമായ വിധം വ്യാപരിക്കുക. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. സന്തോഷപൂർണമായ സഹനശീലത്തിലും ദീർഘക്ഷമയിലും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി നിങ്ങൾ എല്ലാവിധത്തിലും ഫലം പ്രാപിക്കട്ടെ. വിശുദ്ധരോടൊപ്പം പ്രകാശത്തിൽ പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്.